അസ്സലാമലൈക്കും. എന്തോന്ന് ഇത്? ന്യൂ ജനറേഷൻ യുഗമല്ലേ? എല്ലാത്തിനും ഷോർട്ട് ഫോം ആണ്. സിസ്റ്ററിന് സിസ്, ബ്രദറിന് ബ്രോ, അതുപോലെ വഅലൈക്കും അസ്സലാമിനും വ. അസ്താഫിറുല്ലാ, നിന്നെ ഇപ്പോ മദ്രസയിലേക്കൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് രാവിലെ ട്യൂട്ടോറിയൽ ക്ലാസ് ഉണ്ട്. ഭൗതികമായി പഠിച്ചാൽ നല്ല നല്ല ജോലികൾ ലഭിക്കും. മദ്രസയിൽ പഠിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? ഒന്നും ലഭിക്കുന്നില്ല. ഇന്നാലില്ല, ഭൗതിക പഠനം നല്ലത് തന്നെ, പക്ഷെ ആത്മീയമായ പഠനമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതാണ് തഴവ ഉസ്താദ് പാടിയത്. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യ ആണതിന്റെ ബ്രേക്കടോ. എന്തോന്ന് പൊട്ടത്തരമൊക്കെയാണ് പെണ്ണെ നീ പറയുന്നത്? അതിന് മാത്രം മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നേ? ഞാനും 5 വരെ മദ്രസയിലൊക്കെ പഠിച്ചതാ. എങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? പിന്നെന്താ, ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. ബാത്റൂമിൽ കയറുമ്പോൾ നീ എന്താണ് പറയുന്നേ? അയ്യേ, അത് നിനക്കറിയില്ലേ? ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ അണ്ണണ്ണപ്പാത്തയെ അപ്പത്തിക്കേ പാട്ടുപാടും. പിന്നെ ഏത് മോഡ് ബാത്ത് മൂഡ്, ഏത് മോഡ് സോപ്പ് മൂഡ്, ഏത് മോഡ് കപ്പ് മൂഡ്, ഏത് മോഡ് കുളി മൂഡ്, ഇതൊക്കെയാണ് പാടുന്നേ. അസ്തഗ്ഫിറുല്ലാഹ്, നാം ബാത്റൂമിൽ കയറുമ്പോൾ ഒരുപാട് മര്യാദകൾ പാലിക്കണം. അതൊന്നും എനിക്കറിയില്ല, എങ്കിൽ നീ പറഞ്ഞതാ. ആദ്യം നാം ബാത്റൂമിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബായിസി എന്ന് പറയണം. അതുപോലെ ഇടതുകാൽ മുൻപിക്കണം, തല മറയ്ക്കണം, സംസാരം ഒഴിവാക്കണം. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബൽ അന്നിൽ അദാ വഅഫാനി എന്ന് പറയണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. അടിസ്ഥാന കാര്യങ്ങൾ പോലും നിനക്ക് അറിയില്ലേ? ഇൻഷാ അല്ലാഹ്